പ്രിയപ്പെട്ടവരെ നമസ്കാരം. KPCC പുനഃസംഘടന ചർച്ചയ്ക്ക് വരെ വഴിവെച്ച ചാണ്ടി ഉമ്മൻ്റെ വൈകാരിക പ്രസ്താവനകളുടെ കെട്ടടങ്ങുന്നില്ല. ചാണ്ടി ഉമ്മൻ ഒഴികെയുള്ള MLA-മാർക്കെല്ലാം തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ചുമതല കൊടുത്തെന്നും തന്നെ മാത്രം അവഗണിച്ചുവെന്നുമാണ് ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം വളരെ ദുഃഖത്തോടെ തുറന്നു പറഞ്ഞത്. ചാണ്ടി ഉമ്മൻ്റെ വ്യക്തിപരമായ ഈ ഒരു മനോവിഷമം പാർട്ടിക്കകത്തും പുറത്തും വലിയ വിവാദമായതോടുകൂടി വീണ്ടും അദ്ദേഹത്തിന് താൻ പറഞ്ഞതിൻ്റെ നെല്ലും പതിരും തിരിച്ച് മാധ്യമങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. പാലക്കാട് ഒരു വട്ടമേ ചാണ്ടി ഉമ്മൻ വന്നിരുന്നുള്ളൂ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അതു കേട്ട് ഹൃദയവേദന തോന്നി ഇതെല്ലാം പറഞ്ഞു പോയതാണ് എന്നാണ് ചാണ്ടി ഉമ്മൻ വിശദീകരിച്ചത്. എല്ലാ ദിവസവും അവിടെ ക്യാമ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം പാർട്ടി തന്നെ ഏൽപ്പിച്ചില്ലായിരുന്നു എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. തൻ്റെ വ്യക്തിപരമായ ഒരു തോന്നൽ സൂചിപ്പിച്ചതാണ്. അതല്ലാതെ പാർട്ടിക്കെതിരെ താൻ നീങ്ങുന്നു എന്ന് പറഞ്ഞു പരത്തുന്നതിൽ ഒരർത്ഥവുമില്ല. അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്നതിലും അർത്ഥമില്ല. ചാണ്ടി ഉമ്മൻ വളരെ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ചാണ്ടി ഉമ്മന് പാർട്ടിക്കപ്പുറം ഒന്നുമില്ല. ഒരാൾക്കെതിരെയും ഒളിയമ്പേത് ഒന്നും പറഞ്ഞതല്ല എന്നും വ്യക്തമാക്കുകയാണ് ചാണ്ടി ഉമ്മൻ. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ ഉദ്ദേശിച്ച് ഒരിക്കലും ഒന്നും സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരിച്ച് തീർത്തോളാമെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. ഇതിനിടയിൽ കോലിട്ടിളക്കുന്ന വാർത്താ മാധ്യമങ്ങളോടടക്കം കാര്യങ്ങളെ വളച്ചൊടിക്കരുത് എന്നും ചാണ്ടി ഉമ്മൻ അപേക്ഷിച്ചു. മറ്റൊരു വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ എന്നിവരോട് ചാണ്ടി ഉമ്മൻ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനും തക്കതായ മറുപടി ചാണ്ടി ഉമ്മൻ നൽകിയിട്ടുണ്ട്. രാഹുലിനെതിരെയോ ഷാഫിക്കെതിരെയോ ഒരിടത്തും ഒന്നും പറഞ്ഞിട്ടില്ല എന്നും അവരെല്ലാം എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് എന്നുമാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞതിലെ ചില കാര്യങ്ങൾ മാത്രം ചുരണ്ടിയെടുത്ത് ഇങ്ങനെ വിമർശനം ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ചാണ്ടി ഉമ്മൻ ചൂണ്ടിക്കാട്ടി. റോമിലെ സർവമത സമ്മേളനം കഴിഞ്ഞ് വന്നിരിക്കുന്ന ചാണ്ടി ഉമ്മൻ വളരെ പോസിറ്റീവ് എനർജിയോടെയാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. നാട്ടിൽ വന്നതിന് ശേഷം പുറത്തു പറയുന്നതും അല്ലാത്തതുമായ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പേരിലും അല്ലാതെയും കൂടുതൽ വ്യാപിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രമാധ്യമങ്ങൾ വരികയും ഒരു ചോദ്യം ചോദിച്ച് ചാണ്ടി ഉമ്മനെ കുഴപ്പിച്ച് ഇത്തരത്തിലൊരു വിവാദങ്ങൾ പൊട്ടിമുളയ്ക്കുന്നത്. ഈ വിവാദങ്ങളെയും വളരെ പോസിറ്റീവായിട്ടാണ് ചാണ്ടി ഉമ്മൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ചുരുക്കം ചില പേരുകൾ ഒഴിച്ചാൽ കൂടുതൽ പേരും ചാണ്ടി ഉമ്മനെ പ്രതികൂലിച്ച് തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ചാണ്ടി ഉമ്മൻ MLA പിന്തുണച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത KPCC അംഗം അഡ്വക്കേറ്റ് JS അഖിലിനെ കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസാണ് KPCC വക്താക്കളുടെ ഗ്രൂപ്പിൽ നിന്ന് അഖിലിനെ പുറത്താക്കിയിരിക്കുന്നത്. കോൺഗ്രസ് മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്ന് JS അഖിലിനെ ഇതിനോടകം നീക്കിയിട്ടുമുണ്ട്. ചാനലിലെ ചർച്ചയിൽ ചാണ്ടി ഉമ്മനെ പിന്തുണച്ച് പങ്കെടുത്തതിൻ്റെ പേരിലാണ് അഖിലിനെതിരെ ഇങ്ങനെയൊരു നടപടി വന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. KPCC മാധ്യമ വിഭാഗത്തിൻ്റെ അനുമതിയില്ലാതെയാണ് അഖിൽ ചർച്ചയിൽ പങ്കെടുത്തതെന്നാണ് വിശദീകരണം. ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കാനായിരുന്നു മാധ്യമ വിഭാഗത്തിൻ്റെ തീരുമാനമത്രേ. ഇതുമായി ബന്ധപ്പെട്ട് JS അഖിലിനോട് വിശദീകരണം തേടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിന് ശേഷം കണ്ടത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ തനിച്ചു നിൽക്കുന്ന ചാണ്ടി ഉമ്മൻ്റെ ചിത്രമാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ചാണ്ടി ഉമ്മൻ തന്നെ ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. തീർത്തും ഒറ്റപ്പെട്ടവനെ പോലെയാണ് ചാണ്ടി ഉമ്മൻ ഈ ചിത്രത്തിൽ കാണപ്പെടുന്നത്. ഈ ഒരു ചിത്രം പുറത്തു വന്നതോടെ ചാണ്ടി ഉമ്മൻ വിഷയം വീണ്ടും ആളിക്കത്തുകയാണ്. പക്ഷേ കൂടുതൽ പേരും ചാണ്ടി ഉമ്മനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത്. എന്തായാലും ചാണ്ടി ഉമ്മൻ മനഃപൂർവ്വം ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു പ്രസ്താവന ആയിരുന്നില്ലത്. ഒരു ചോദ്യത്തിന് കൊടുത്ത മറുപടി മാത്രമായിരുന്നു. പക്ഷേ അതൊരു വ്യക്തിയുടെ മാത്രമല്ല, ഒരുപാട് വ്യക്തികളുടെ ഉള്ളിലുള്ള അമർഷങ്ങളുടെ ബഹിർസ്ഫുരണം കൂടിയാവാം. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനെന്ന ലേബലിലും അപ്പുറം ചാണ്ടി ഉമ്മനെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഒരു പ്രതിച്ഛായ ഇതിനോടകം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മറുപടികൾ കൊടുക്കുമ്പോൾ അണികൾക്ക് നോവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ചലനങ്ങളും ഉണ്ടായേക്കാം, പരിണിത ഫലങ്ങളും അനുഭവിക്കേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ചും സംസ്ഥാനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ പക്വതക്കുറവ് കാണിച്ചു എന്നൊക്കെയാണ് വിമർശന കമൻറ്റുകൾ വരുന്നത്.
ഇത്തരത്തിൽ ചാണ്ടിയുമ്മനെ കുറിച്ചുള്ള വിമർശനങ്ങൾ കേട്ട് നിസ്സഹായാവസ്ഥയിലാവുകയാണ് ചാണ്ടിയുമ്മനിൽ പ്രതീക്ഷയുള്ളവർ. ഹൈക്കമാൻഡിന് ചാണ്ടിയുമ്മൻ നേരിട്ട് പരാതി അറിയിച്ചേക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. കേരളത്തിൽ എന്തായാലും ഔദ്യോഗികമായി ഒരു പുനഃസംഘടനാ ചർച്ചയും ആരംഭിച്ചിട്ടില്ലെന്നാണ് രമേശ് ചെന്നിത്തല നേരിട്ട് വ്യക്തമാക്കുന്നത്. വി.ഡി. സതീശനും ഏതാണ്ട് അതേ നിലപാടാണ്. ഇപ്പോൾ പാർട്ടിക്കുള്ള സൽപ്പേര് കളയാൻ ആരും ശ്രമിക്കരുതെന്ന് രമേശ് ചെന്നിത്തല ഉപദേശിച്ചിട്ടുണ്ട്. ഇത് ചാണ്ടിയുമ്മനുള്ള ഒരു താക്കീതായും കാണാം. യുവാക്കൾ നേർവഴിക്ക് വരണം, അതുപോലെ തന്നെ പഴയ ആളുകളുടെ നേതൃത്വവും ഉണ്ടാവണമെന്നാണ് കെ മുരളീധരൻ്റെ പ്രതികരണം. ആരും ആരെയും പടിയടച്ച് പിണ്ടം വെക്കരുത് എന്ന രീതിക്കാണ് മുരളീധരൻ ഇക്കാര്യങ്ങൾ പ്രതികരിച്ചത്. 2026 കേരളത്തിൻ്റെ ഭരണം നേടി ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്ന UDFനെ പിന്നോട്ട് വലിക്കാൻ ഗ്രൂപ്പ് കളി വീണ്ടും ശക്തമാവുകയാണോ എന്ന ചർച്ചയും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ അരങ്ങേറുന്ന വിവാദങ്ങൾക്ക് സമാധാനപരമായ ഒരു പര്യവസാനം ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസിൽ വലിയ ഭിന്നതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും ഇടപെട്ട് ഒതുക്കിയ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും ശക്തമായാണ് തലപൊക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിഷ്ക്രിയരായ വിഭാഗത്തെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയുമ്മൻ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആരോപണം. അതിനുള്ള നീക്കങ്ങൾ ചാണ്ടിയുമ്മനും പഴയ വിഭാഗം നേതാക്കളും തുടങ്ങിക്കഴിഞ്ഞുവത്രേ. ഉപതെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകാതെ ചാണ്ടിയുമ്മനെ തഴഞ്ഞത് ബോധപൂർവമാണെന്നാണ് വിഭാഗം നേതാക്കൾ ഇപ്പോഴും കരുതുന്നത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ പൊട്ടിത്തെറിച്ച ചാണ്ടിയുമ്മൻ ഇനി പറയാനുള്ളതെല്ലാം പാർട്ടി വേദിയിൽ പറയുമെന്നും വ്യക്തമാക്കിയിരുന്നു. ഗ്രൂപ്പിൽ നിന്നും ഷാഫി പറമ്പിൽ, ടി സിദ്ദിഖ് എന്നിവരെ വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും അടർത്തി മാറ്റി കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഗ്രൂപ്പിൻ്റെ അടിത്തറ കാര്യമായൊന്നും ഇളകിയിട്ടില്ല. ചാണ്ടിയുമ്മനെയും അച്ചുമ്മനെയും കളത്തിലിറക്കി ഗ്രൂപ്പ് പഴയ പ്രതാപത്തിലേക്ക് പോകണമെന്നതാണ് ഈ വിഭാഗത്തിലെ ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. എങ്കിലും അച്ചുമ്മൻ തൽക്കാലം രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അച്ചുവിനെ കൂടി കൂടുതൽ സജീവമാക്കാനാണ് ഗ്രൂപ്പ് നേതൃത്വം ആലോചിക്കുന്നത്. അതിനായി അവർ പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ചാണ്ടിയുമ്മൻ തന്നെയാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഒരു പുതിയ മുഖമായി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. ജനങ്ങൾക്കിടയിലും അദ്ദേഹം സ്വീകാര്യനാകുന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് പ്രത്യക്ഷമായും പരോക്ഷമായും ഇങ്ങനെ അവഗണനകൾ നേരിടേണ്ടി വരുന്നത്. ഇത് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവരിൽ വലിയ നിരാശയ്ക്കും അമർഷത്തിനും ഇടവരുത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ആകെയുള്ള ഒരു സജീവ രാഷ്ട്രീയ മുഖമാണ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ. ആ ഒരു മുഖം കൂടി രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള പുറപ്പാടിനാണോ കോൺഗ്രസിലെ ചിലർ കച്ചകെട്ടുന്നത് എന്ന തരം ചിന്തകൾ പോലും ചർച്ചയാവുന്നുണ്ട്. ഇത്തരത്തിൽ അരങ്ങേറുന്ന എല്ലാ ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ വ്യക്തമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അല്ലാതെ ഈ വൈകാരിക പോര് ഇനിയും തുടർന്നാൽ വരാനിരിക്കുന്ന നിർണായകമായ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇക്കാര്യങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഉചിതമായ പരിഹാരങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. അല്ലാതെ വേറെ ഒരു വഴിയുമില്ല.